എനിക്കിന്നേ നല്ല വിളഞ്ഞ ഒരു ബമ്പിളി നാരങ്ങ കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണേ. അത് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുമ്പം ഈ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഈ നാരങ്ങ വീണ് നല്ല പഴുത്ത നാരങ്ങ വീണ് തറയിൽ കിടക്കുന്നതാണ്. ആൾക്കാർ ആരും ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഇത് എന്തുകൊണ്ട് ആൾക്കാർ ഇതിനെയൊക്കെ വെറുതെ ഇങ്ങനെ കളയുന്നു? നമ്മൾ ഈ വിഷാംശം ഉള്ള എത്രയോ സാധനങ്ങൾ വാങ്ങി നമ്മൾ കഴിക്കുന്നു. ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ നമ്മൾ ഈ ചാലയിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ വാങ്ങുന്നതിൽ അത്രയും അടിച്ച് വരുന്ന ഫ്രൂട്ട്സാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രകൃതിദത്തമായി കിട്ടുന്നതാണ് ഈ ബമ്പിളി നാരങ്ങ, ഇതെല്ലാം നമുക്കറിയാമെന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം ആൾക്കാർ അതിനെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പായ, അതുപോലെ തന്നെ ആത്തിച്ചക്ക, ഇതെല്ലാം ആൾക്കാർക്ക് അതിനൊന്നും ഒരു വിലയില്ല. ഈ കടയിൽ ചെന്ന് 300, 400, 500 ഒക്കെ കൊടുത്ത് ഈ കവറുകളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷം നിറച്ച് കൊണ്ടുവന്ന് ആ ഫ്രൂട്ട്സ് കഴിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഇതെല്ലാം പോട്ടെ, ഞാനിപ്പോൾ ഇതിനെ ഒന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ അല്ലികളെല്ലാം ഞാനൊരു പാത്രത്തിലോട്ടാക്കാൻ പോവുകയാണേ. ഞാനേ ഇത് രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പകുതി ഭാഗം ഇതായി എടുത്ത് ഞാൻ അതിൻ്റെ അല്ലികളെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല പിങ്ക് നിറത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ജ്യൂസ് അടിക്കാനായിട്ടാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഈ അല്ലിയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഹാഫ് പച്ചമുളക്, ഒരല്പം ഇഞ്ചി, 1 സ്പൂൺ പഞ്ചസാര അതുകൂടെ ഞാനൊന്ന് അതിലോട്ടിടുവാണ്. എന്നിട്ട് ഈ മധുരവും ഈ പുളിപ്പും ഇതിന് ചെറിയ ഒരു കയ്പ്പ് കാണും, അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ട് ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. ഞാനൊന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇടുവാണേ. ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ഇട്ടിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. നല്ലൊരു അടിപൊളി ജ്യൂസിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഞാനിത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുവാണേ. അടിപൊളി ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഐസ് ക്യൂബും കൂടെ ഞാനൊന്ന് അങ്ങോട്ട് ഇടുവാണേ. നോക്കിക്കേ, അടിപൊളി ബമ്പിൾ നാരങ്ങ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. മധുരവും പുളിപ്പും ചെറിയ ഒരു കയ്പ്പും ഒരു എരിവും ഒരു ഇഞ്ചിയുടെ ചുവയും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ കാണുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിത് കളയരുത്. ഇതിന് പല ഉപയോഗങ്ങളും ഉണ്ട്. അച്ചാർ വയ്ക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് ഉണക്കിയെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വച്ചിരുന്നാൽ നമുക്ക് കഞ്ഞിക്കോ പഴങ്കഞ്ഞിക്കോ ഒക്കെ ഒരു കറിയായിട്ടും നമുക്ക് ഇത് ഉണക്ക നാരങ്ങയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ നാരങ്ങ കിട്ടുവാണെങ്കിൽ കളയാതെ ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ബൈ.